ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് മൂന്നാമത്തെ മൊഡ്യൂളാണ് എടുക്കാൻ പോകുന്നത്, ബേസിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. എന്തൊക്കെയാണ് ഇതിൽ വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കിതിലൊരു ഫിഗർ പഠിക്കാനുണ്ട്. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എങ്ങനെയൊക്കെയാണ് ഒരു ഇൻപുട്ട് ഡിവൈസ് ഒരു ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്നുള്ളത്. അതിൽ സ്റ്റാർട്ടിങ്ങിൽ നോക്കാം, ഒരു ഇൻപുട്ട് ഡിവൈസ് കാണാം. ഈ ഇൻപുട്ട് ഡിവൈസ് മെയിൻ മെമ്മറി, സ്റ്റോറേജ്, സെക്കൻഡറി മെമ്മറി, CPU, കൺട്രോൾ യൂണിറ്റ്, CU എന്ന് പറഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ്, ALU, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഇത്രയും കാര്യങ്ങൾ കടന്നുപോയിട്ടാണ് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് എത്തുന്നത്. ഇനി ഇതിൻ്റെ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ ഒരു ഫിഗർ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണേ. കമ്പ്യൂട്ടർ ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് ആക്സെപ്റ്റ് ഇൻപുട്ട് ഡാറ്റ, സ്റ്റോർ ദ ഡാറ്റ and does the arithmetic and logic operations and provide the output in the desired format. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് വിച്ച് ആക്സെപ്റ്റ്സ് ഇൻപുട്ട് ഡാറ്റ ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കും. ദ ഡാറ്റ സ്റ്റോഴ്സ് ദ ഡാറ്റ, ഡസ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ്. അത് സ്റ്റോർ ചെയ്താൽ മാത്രം പോരാ, എന്തെങ്കിലും ഒരു പെർഫോമൻസ്, എന്തെങ്കിലും ഫംഗ്ഷൻ ചെയ്യണം. അതാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. ആൻഡ് പ്രൊവൈഡ്സ് എ ഔട്ട്പുട്ട് ഇൻ ദി ഡിസൈഡ് ഫോമാറ്റ്. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ALU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റാണ്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് ചെയ്യുന്നതാണ് ഈ ALU എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് എ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ദ ബേസിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ഈസ് ഷോൺ ഇൻ ദി ഫിഗർ. ബേസിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ്റെ ഒരു ബേസിക് ഫിഗറാണ് ഈ തന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇൻപുട്ട് ഡിവൈസ് അല്ലെങ്കിൽ ഇൻപുട്ട് യൂണിറ്റ് എന്നും പറയും. ആ ഇൻപുട്ട് യൂണിറ്റ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി ഇൻപുട്ട് ഡിവൈസസ് അറ്റാച്ച്ഡ് ടു ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇൻപുട്ട് ഡിവൈസസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇൻപുട്ട് യൂണിറ്റ് ഫോം ചെയ്യുന്നത്. Input devices are used to interact with a computer system or used to enter data and interaction to the computer. ഈ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ടു ഇൻട്രാക്ട് വിത്ത് കമ്പ്യൂട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻപുട്ട് ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. ഓർ യൂസ് ടു എൻ്റർ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആണ്, ഇൻട്രാക്ഷൻ അല്ല, ഇൻസ്ട്രക്ഷൻ ആണ് അവിടെ ഉള്ളത്. കമ്പ്യൂട്ടർ സിസ്റ്റം കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമുക്ക് ഡാറ്റ ടൈപ്പ് ചെയ്യാനും അതേപോലെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് ഡിവൈസസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. അല്ല, ഏതെങ്കിലും 2 ഇൻപുട്ട് ഡിവൈസസിൻ്റെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് ഇവിടെ, കീബോർഡും മൗസും എക്സെട്ര. ഇനി നെക്സ്റ്റ് ഏതാ? ഇതിൽ മെയിൻ മെമ്മറി, സെക്കൻഡറി മെമ്മറി. ഇത് മെമ്മറി യൂണിറ്റ് ആണ്. ഈ മെയിൻ മെമ്മറിയും സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് മെമ്മറി യൂണിറ്റ് ആണ്. അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഈ ഫിഗറിലുള്ള ഓരോ കമ്പണൻറ്റുമാണ് നമ്മൾ നോക്കുന്നത്. ഇൻപുട്ട് യൂണിറ്റ് കഴിഞ്ഞു, ഇനി മെയിൻ മെമ്മറി. പക്ഷേ മെമ്മറി യൂണിറ്റ് എന്താണെന്ന് നോക്കാം. മെമ്മറി യൂണിറ്റ് ഓർ സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയും. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഡാറ്റാസ്. ദ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ വിച്ച് ആർ entered through an input unit must be stored on the computer before the actual processing starts. നമ്മൾ ഇൻപുട്ട് ഡിവൈസസിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? പ്രോസസ്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. The result produced by the computer after processing is also kept same where before passed to the output unit. ഇതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാലും ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ ഇതെന്ത് ചെയ്യണം? പിന്നെയും അതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കണം അതിൻ്റെ റിസൾട്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 types ഓഫ് മെമ്മറി, പ്രൈമറി ആൻഡ് സെക്കൻഡറി മെമ്മറി. നമുക്കിവിടെ വി ഹാവ് ടു സ്റ്റഡി ദ 2 types ഓഫ് മെമ്മറി, ദാറ്റ് ഈസ് പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറി ഈസ് ഓൾസോ കോൾഡ് ദ മെയിൻ മെമ്മറി. ഓക്കെ, then next is primary memory. Memory storage that communicate directly with the CPU is called main memory. If the memory is directly connected to the CPU, then this memory is called primary memory. CPU ആയിട്ട് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെമ്മറീനെയാണ് നമ്മൾ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. Enables the computers to store at least ടെമ്പററി ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ. ഈ പ്രൈമറി മെമ്മറിയിൽ ഡാറ്റാസിനെ ടെമ്പററി ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ടെമ്പററി ആയിട്ടാണ് പ്രൈമറി മെമ്മറിയിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അത് ഓർത്ത് വെക്കണേ. And as well as the result of processing which the computer system is currently working on primary memory is volatile. പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളറ്റൈലാണ്. ആ ഒരു ടേം ഓർത്ത് വെക്കണം, വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ലോസസ് ഇറ്റ് കണ്ടൻറ്റ് വെൻ പവർ സപ്ലൈ ഈസ് ഓഫ്.
പക്ഷെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടൻറ്റ് എന്താവും, ലോസ് ആയിപ്പോവും. അതിനാണ് വോളറ്റൈൽ എന്ന് പറയുന്നത്. വോളറ്റൈലും ഉണ്ട്, നോൺ വോളറ്റൈലും ഉണ്ട്. കറണ്ട് പോയാൽ പവർ ഓഫ് ചെയ്താൽ കണ്ടൻറ്റ് ലോസ് ആവാത്തതാണ് നോൺ വോളറ്റൈൽ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പോയാലും പവർ സപ്ലൈ ഓഫ് ആയാലും കണ്ടൻറ്റ് ലോസ് ആയിപ്പോവും. പവർ സപ്ലൈ ഓഫ് ആകുമ്പോൾ കണ്ടൻറ്റ് ലോസ് ആവുന്നത് വോളറ്റൈൽ. ഓക്കെ. RAM is an example of primary memory. നെക്സ്റ്റ് ഈസ് സെക്കൻഡറി. റാമിൻ്റെ ഫുൾ ഫോം എന്താ? റാൻഡം ആക്സസ് മെമ്മറി. ഓക്കെ. റോമും അതിൽ വരെ. റോം ആൻഡ് റാം ആണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. റോം ആൻഡ് റാം ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പ്രൈമറി മെമ്മറി. ഇനി നമുക്ക് നെക്സ്റ്റ്, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഈ പ്രൈമറി മെമ്മറീൻ്റെ എക്സാമ്പിൾസാണ് റാം ആൻഡ് റോം എന്ന് പറയുന്നത്. റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളറ്റൈലാണ്. പക്ഷേ റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളറ്റൈലല്ല, നോൺ വോളറ്റൈലാണ്. എന്തുകൊണ്ടാണ് നോൺ വോളറ്റൈൽ എന്ന് പറയുന്നത്? അതിൻ്റെ പവർ സപ്ലൈ ഓഫായി കഴിഞ്ഞാലും അതിൻ്റെ കണ്ടൻറ്റ് ലോസായി പോയില്ല. അതുകൊണ്ടാണ് റോം എന്ന് പറയുന്നത് വോളറ്റൈലും റാം നോൺ വോളറ്റൈലുമാണ്. ബട്ട് രണ്ടും എന്താണ്? പ്രൈമറി മെമ്മറിയാണ്. അത് ഓർത്ത് വെക്കണം. റാം ആൻഡ് റോം ഈസ് അണ്ടർ പ്രൈമറി മെമ്മറി, ബട്ട് റാം ഈസ് വോളറ്റൈൽ ആൻഡ് റോം ഈസ് നോൺ വോളറ്റൈൽ. ഓക്കെ, ആ ഒരു കാര്യം ഓർത്ത് വെക്കണേ. നെക്സ്റ്റ് ഈസ് സെക്കൻഡറി സ്റ്റോറേജ്. അപ്പോൾ നമ്മളിവിടുത്തെ ഇൻപുട്ട് ഡിവൈസിൽ മെയിൻ മെമ്മറി പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സെക്കൻഡറി മെമ്മറി എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റോറേജ് എന്താണെന്ന് നോക്കാം. ദീസ് ആർ നോൺ വോളറ്റൈൽ മെമ്മറി. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഡാറ്റ ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ. There is highly capacity storage devices used to store data and program permanently. സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വോളറ്റൈലാണ്. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെക്കൻഡറി സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ CD, DVD ഒക്കെ പോലെ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒരു കമ്പ്യൂട്ടർ നമുക്ക് വേറെ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തൂടെ, കോപ്പിയൊക്കെ ചെയ്തൂടെ, അതിന് വേണ്ടിയിട്ടാണ് ഈ സെക്കൻഡറി സ്റ്റോറേജ്. എൻ്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാഗ്നറ്റിക് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക്, എക്സെട്ര. കുറേ ഡിസ്കുകളെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ എക്സാമ്പിൾസ് വരുന്നത്. And next is CPU. CPU full form എല്ലാവർക്കും അറിയാലോ, Central Processing Unit. It is the brain of the computer. It controls the operation of all components such as memory unit, input and output devices. Okay, CPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ ആണ്. ഈ CPU ആണ് എല്ലാ കമ്പണൻസും കൺട്രോൾ ചെയ്യുന്നത്. സച്ച് ആസ് മെമ്മറി യൂണിറ്റും ഇൻപുട്ടും ഔട്ട്പുട്ട് ഡിവൈസസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് CPU ആണ്. It simply accepts binary data as input and process data according to the instructions and provides a result as output. ഈ ഒരു CPU ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് സിംപ്ലി ആക്സെപ്റ്റ് ബൈനറി ഡാറ്റ. ഇൻപുട്ടായിട്ട് ബൈനറി ഡാറ്റനെ ആക്സെപ്റ്റ് ചെയ്യും, അത് പ്രോസസ്സ് ചെയ്യും, ഡാറ്റ പ്രോസസ്സ് ചെയ്യും, ആൻഡ് ഔട്ട്പുട്ട് കിട്ടും. നമുക്ക് ഫൈനലി ഇതിൻ്റെ ഒരു റിസൾട്ട് ഔട്ട്പുട്ടായിട്ട് ഇതിൻ്റെ റിസൾട്ടും കിട്ടും. ആൻഡ് ഇതിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോൾ എഴുതണം, ഒരു വേർഡായിട്ടാണ് ഔട്ട്പുട്ട് എഴുതേണ്ടത്. സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ പാടില്ലേ. ഇവിടെ തെറ്റാണ് ഇവിടെ ഉള്ളത്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എഴുതണം. അതെപ്പം ശ്രദ്ധിക്കണേ. CPU ഹാസ് 3 കമ്പണൻസ്: ALU, കൺട്രോൾ യൂണിറ്റ് ആൻഡ് രജിസ്റ്റേഴ്സ്. നമുക്ക് ഫിഗർ നോക്കാം. CPU ആണ്. CPUവിൽ 3 എന്താ പറയുക, CPUവിൽ എന്താ പറഞ്ഞത്, 3 കമ്പണൻസ് ഉണ്ടെന്ന് പറഞ്ഞു. കൺട്രോൾ യൂണിറ്റ്, ALU, ഇവിടെ ഒരു രജിസ്റ്റർ കൂടെ ഉണ്ട്. ആ രജിസ്റ്റർ കൂടെ ഇവിടെ എഴുതി ചേർക്കണേ. കൺട്രോൾ യൂണിറ്റ്, ALU ആൻഡ് രജിസ്റ്റേഴ്സ്. അത് പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോന്നും എന്താ നോക്കാം. ALU എന്താ, കൺട്രോൾ യൂണിറ്റ് എന്താ, രജിസ്റ്റേഴ്സ് എന്താ, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ALU ഫുൾ ഫോം എന്താ? അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. അപ്പോൾ പേര് തന്നെയുണ്ട്, അരിത്തമെറ്റിക് ലോജിക് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ ഏരിയ ഓഫ് CPU വേരിയസ് കമ്പ്യൂട്ടിംഗ് ഫങ്ഷൻസ് ആർ പെർഫോംഡ്. വേരിയസ് കമ്പ്യൂട്ടിംഗ് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി വേരിയസ് കമ്പ്യൂട്ടിംഗ് ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ALU എന്ന് പറഞ്ഞാൽ. This is the area of CPU various computing functions are performed on data. ALU performs arithmetic operations such as subtraction, addition, multiplication and division, and logic operations such as and, or, not, etc. This result is stored in some registers. ഈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടിംഗ് ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ആണ്. ഇതിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പറഞ്ഞാൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, ആ ടൈപ്പ് ഓപ്പറേഷൻസും, അതേപോലെ ലോജിക് ഓപ്പറേഷൻസ് പറഞ്ഞാൽ ആൻഡ് ഓർ നോട്ട്, ആ കാര്യങ്ങളുമാണ് ചെയ്യുന്നത്. ഇനി ഇതിലെ റിസൾട്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും രജിസ്റ്റേഴ്സിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞു CPUവിന് 3 കമ്പണൻസ് ഉണ്ടെന്ന്: കൺട്രോൾ യൂണിറ്റ്, ALU, രജിസ്റ്റേഴ്സ്. ആ രജിസ്റ്റേഴ്സിലാണ് ഇതിൻ്റെ ഈ ALUവിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കൺട്രോൾ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് എ നെസസറി ടൈമിംഗ് ആൻഡ്
control signals to all the operation on the computer. It provides the necessary timing and control signals. ടൈമിങ്ങും കൺട്രോൾ സിഗ്നൽസുമാണ് കൊടുക്കുന്നത് ടു ഓൾ ദി ഓപ്പറേഷൻസ് ഓൺ ദി കമ്പ്യൂട്ടർ. എല്ലാ കമ്പ്യൂട്ടറിലുള്ള എല്ലാ ഓപ്പറേഷൻസിനും വേണ്ടിയിട്ടുള്ള ടൈമിങ്ങും അതേപോലെ കൺട്രോൾ സിഗ്നൽസും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൺട്രോൾ യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് കൺട്രോൾസ് ഫ്ലോ ഓഫ് ഡാറ്റ ആൻഡ് CPU മെമ്മറി. ഫ്ലോ ഓഫ് ഡാറ്റ അതേപോലെ CPU മെമ്മറി അതൊക്കെ കൺട്രോൾ ചെയ്യുന്നതും ഈ കൺട്രോൾ യൂണിറ്റാണ്. പേര് തന്നെ ഉണ്ടല്ലോ. ഇറ്റ് ഓൾസോ കൺട്രോൾസ് ദി എൻറ്റയർ ഓപ്പറേഷൻ ഓഫ് എ കമ്പ്യൂട്ടർ. ആ കമ്പ്യൂട്ടറിൻ്റെ എൻറ്റയർ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു കൺട്രോൾ യൂണിറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് രജിസ്റ്റേഴ്സാണ് നോക്കേണ്ടത്. നമ്മൾ പറഞ്ഞു രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ് മനസ്സിലായില്ലേ. നെക്സ്റ്റ് ഇതിൽ വരുന്നതാണ് രജിസ്റ്റേഴ്സ്. ഓക്കെ, രജിസ്റ്റേഴ്സ് എന്താണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൽ വരുന്ന റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. രജിസ്റ്റേഴ്സ് ആർ ദി ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻസ് വിത്തിൻ ദി CPU. ഓക്കെ, CPU-യിലുള്ള ഒരു ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷനാണ് രജിസ്റ്റേഴ്സ്. നമുക്ക് മെമ്മറി സ്റ്റോറേജ്, പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി ഒക്കെ ഉണ്ട്. അതേപോലെ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. where the data fetched from the memory can be held. And most computers use several types of registers. അധിക കമ്പ്യൂട്ടേഴ്സും കുറേ ടൈപ്പ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈച്ച് ഡിസൈൻ ടു പെർഫോം എ സ്പെസിഫിക് ഫംഗ്ഷൻ. ഓരോ രജിസ്റ്റേഴ്സിനും അതിൻ്റേതായിട്ടുള്ള ഓരോ ഫങ്ഷൻസ് ഉണ്ടാവും. And each of these registers possesses the ability to receive information, to hold it temporarily, and to pass it on as directed by the control unit. അത് എഴുതണ്ട, സ്പെസിഫിക് ഫംഗ്ഷൻ വരെ എഴുതിയാൽ മതി. although the number of registers varies from computer to computer. ഓരോ കമ്പ്യൂട്ടറിനനുസരിച്ചിട്ടും രജിസ്റ്റേഴ്സ് മാറിക്കൊണ്ടിരിക്കും. There are some registers, example accumulator, program counter, memory address register, memory buffer register, instruction register, etc. കുറച്ച് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ആ രജിസ്റ്റേഴ്സ് എന്തൊക്കെയാണ് ചെറിയൊരു നോട്ട് പോലെ നമുക്ക് പഠിക്കാം. ദാറ്റ് ആർ കോമൺ ടു ഓൾ കമ്പ്യൂട്ടേഴ്സ്. എല്ലാ കമ്പ്യൂട്ടേഴ്സിനും കോമൺ ആയിട്ടുള്ള കുറച്ച് രജിസ്റ്റേഴ്സാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം മാത്രം എഴുതിയാൽ മതി. ഈ രജിസ്റ്റേഴ്സിൽ നമുക്കിതിൽ ഈ പറഞ്ഞ രജിസ്റ്റേഴ്സ് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ, MAR എന്ന് പറയും. മെമ്മറി അഡ്രസ് രജിസ്റ്റർ contains the address of a location in memory for read and write operation. റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ്റെ ഒരു അഡ്രസ്സാണ് ഇതിലുണ്ടാവുക. കണ്ടൻസ് അഡ്രസ് ഓഫ് എ ലൊക്കേഷൻ ഇൻ മെമ്മറി ഫോർ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ. ഓക്കെ, റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ്റെ ഒരു അഡ്രസ്സ്. നെക്സ്റ്റ് മെമ്മറി ബഫർ രജിസ്റ്റർ, MBR എന്ന് പറയും. കണ്ടെയ്ൻസ് ദ വാല്യൂ ടു ബി സ്റ്റോർഡ് ഇൻ മെമ്മറി. മെമ്മറിൻ്റെ സ്പെല്ലിങ്ങിൽ ഡബിൾ M ഇല്ല, MEMORY ആണ്. contains a value to be stored in memory or the last value read from memory. ആ ഒരു മെമ്മറിയിൽ നിന്ന് ലാസ്റ്റ് വാല്യൂ ഏതാണോ റീഡ് ചെയ്തത് ആ വാല്യൂ ആയിരിക്കും മെമ്മറി ബഫർ രജിസ്റ്ററിൽ ഉണ്ടാവുക. നെക്സ്റ്റ് അക്യുമുലേറ്റർ, യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ടെമ്പററി റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്യുമുലേറ്റർ യൂസ് ചെയ്യുന്നത്. ആൻഡ് റിസൾട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ALE. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നെക്സ്റ്റ് രജിസ്റ്റർ ഇതിൻ്റെ നെക്സ്റ്റ് സ്ലൈഡിലാണ് ഉള്ളത്, നോക്കണേ. അത് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് ലാസ്റ്റ് എഴുതണ്ടുള്ളൂ. നെക്സ്റ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടറാണ്. ഇറ്റ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി ഫെച്ച്ഡ് ആണ്, FETCHED. ഇറ്റ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഏത് ഇൻസ്ട്രക്ഷനാണോ അടുത്തത് വരാൻ പോകുന്നത് അതിൻ്റെ അഡ്രസ്സായിരിക്കും ഇവിടെ ഉണ്ടാവുക, പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. ഇപ്പോൾ ഒരു P 01 എന്ന് പറഞ്ഞൊരു ഡാറ്റ റീഡ് ചെയ്ത് കഴിഞ്ഞു വിചാരിക്കും. നെക്സ്റ്റ് 1 ആണ് റീഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 1ൻ്റെ അഡ്രസ്സായിരിക്കും പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക, ഏതാണോ നെക്സ്റ്റ് റീഡ് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സ്. ഓക്കെ, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ കണ്ടെയ്ൻസ് ദ ഇൻസ്ട്രക്ഷൻ മോസ്റ്റ് റീസെൻ്റ്ലി ഫെച്ച്ഡ് ആണ്. മോസ്റ്റ് റീസെൻ്റ്ലി ഫെച്ച് ചെയ്ത് FETCHED, മോസ്റ്റ് റീസെൻ്റ്ലി ഫെച്ച് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അതായിരിക്കും ഇതിലുണ്ടാവുക, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഉണ്ടാവുക.
ഇത്രയാണ് രജിസ്റ്റേഴ്സ് പറയാനുള്ളത്. 5 രജിസ്റ്റേഴ്സ് പറഞ്ഞു. മെമ്മറി, അഡ്രസ് രജിസ്റ്റർ. ഇതിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് റൈറ്റിൻ്റെ ഓപ്പറേഷൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. ആൻഡ് മെമ്മറി ബഫർ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വാല്യൂ ഏതാണോ റീഡ് ചെയ്ത് അതിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ ടെമ്പററി റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഏതാണോ വാല്യൂ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ കണ്ടൻസ് ഇൻസ്ട്രക്ഷൻ മോസ്റ്റ് റീസെൻ്റ്ലി ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻ ആയിരിക്കും അതിലുണ്ടാവുക. നെക്സ്റ്റ് കൺട്രോൾ യൂണിറ്റ്. ഇറ്റ് പെർഫോംസ് 2 ബേസിക് ടാസ്ക്. കൺട്രോൾ യൂണിറ്റിൽ വരുന്ന നമ്മൾ കൺട്രോൾ യൂണിറ്റ് എന്താണെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു യൂണിറ്റ്. അതിൽ വരുന്ന 2 ബേസിക് ടാസ്ക് ഉണ്ട്. സീക്വൻസിങ് അതേപോലെ എക്സിക്യൂഷൻ. കൺട്രോൾ യൂണിറ്റ് കോസസ് ഒറ്റ മിനിറ്റ്, അതിന് മുന്നേ നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ് എന്താണെന്ന് പറയണം. അപ്പോൾ അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഫിഗർ കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞു. ഔട്ട്പുട്ട് യൂണിറ്റ് ഈസ് ഫോംഡ് ബൈ ദ ഔട്ട്പുട്ട് ഡിവൈസസ് അറ്റാച്ച് ടു ദി കമ്പ്യൂട്ടർ. നമുക്കറിയാം എന്താ ഔട്ട്പുട്ട് ഡിവൈസസ് എന്നല്ലേ. ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഔട്ട്പുട്ട് ഡിവൈസസ് ഫോം ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ടാവുന്നത്. ഔട്ട്പുട്ട് ഡിവൈസസ് ആർ യൂസ് ടു പ്രസൻറ്റ് റിസൾട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദി കമ്പ്യൂട്ടർ ടു ദി യൂസറിലേക്ക് എന്താണ് റിസൾട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഔട്ട്പുട്ട് ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മോണിറ്റർ, പ്രിൻ്റർ, സ്പീക്കർ എക്സെട്ര. ഓക്കെ, ഇനി നമുക്ക് കൺട്രോൾ യൂണിറ്റ് നോക്കാം. കൺട്രോൾ യൂണിറ്റിൽ 2 ബേസിക് ടാസ്ക് ഉണ്ട്. സീക്വൻസിങ് ആൻഡ് എക്സിക്യൂഷൻ. അത് ഫസ്റ്റ് സീക്വൻസിങ് എന്താണെന്ന് നോക്കാം. കൺട്രോൾ യൂണിറ്റ് കോസസ് ദി CPU to step through a series of operation in the proper sequence based on the program being executed. ഈ കൺട്രോൾ യൂണിറ്റിൽ സീക്വൻസിങ് ആയിട്ടാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നത്. വെച്ചാൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞ് ഒന്ന് അതിൻ്റെ ഒരു ഓർഡർ വെച്ചിട്ടായിരിക്കും ഇവിടെ കൺട്രോൾ യൂണിറ്റിൽ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് എക്സിക്യൂഷൻ എന്താണെന്ന് നോക്കാം. ഇതൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം, ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. സിലബസിലുള്ള കാര്യമാണ്, പക്ഷേ ഇതൊന്നും ക്വസ്റ്റ്യൻ വന്ന് കണ്ടില്ല. ജസ്റ്റ് ഒന്ന് നോക്കിക്കോ, നോക്കിയിട്ട് പോയാൽ മതി. എക്സാമിന് ഇരുന്ന് പഠിക്കണം എന്നില്ല, കുറച്ചൊന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാൻ പറ്റണം. നെക്സ്റ്റ് എക്സിക്യൂഷൻ എന്താണെന്ന് നോക്കാം. ദ കൺട്രോൾ യൂണിറ്റ് കോസസ് ഈച്ച് ഓപ്പറേഷൻ ടു ബി പെർഫോംഡ്. എക്സിക്യൂഷനാണ് എങ്ങനെയാണ് നടക്കുന്നതെന്ന്, എക്സിക്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഇവിടെ പറയുന്നത്. അതിലൊരു ഫിഗർ പറയുന്നുണ്ട്. കൺട്രോൾ യൂണിറ്റിൻ്റെ ഫ്ലാഗ്, ക്ലോക്ക്. ഫസ്റ്റ് 2 ഇൻപുട്ടാണ് പറയുന്നത്, ഫ്ലാഗ് ആൻഡ് ക്ലോക്ക്. പിന്നെ 3 ഔട്ട്പുട്ട് വരുന്നുണ്ട്. കൺട്രോൾ സിഗ്നൽ വിത്തിൻ CPU, കൺട്രോൾ സിഗ്നൽ ഫ്രം കൺട്രോൾ ബസ്, കൺട്രോൾ സിഗ്നൽ ടു കൺട്രോൾ ബസ്, പിന്നെ ഏറ്റവും മേലെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫിഗർ വരുന്നത്. കൺട്രോൾ ബസ്സും ഉണ്ട്. ഇതിൻ്റെ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോർ കൺട്രോൾ യൂണിറ്റ് to perform its function, it must have input that allow it to determine state of the system and output that allow it to control the behavior of the system. ഈ ഒരു കൺട്രോൾ യൂണിറ്റിൻ്റെ എക്സിക്യൂഷന് 2 ഇൻപുട്ടും ഉണ്ട് അതേപോലെ ഔട്ട്പുട്ടും ഉണ്ട് എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇൻപുട്ടും ഉണ്ട് അതേപോലെ ഔട്ട്പുട്ടും ഉണ്ട്. ഇനി ഇൻപുട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്ലാഗും ക്ലോക്കുമാണ് ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്. ഫ്ലാഗ് എന്താണെന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻസ് സ്റ്റാറ്റസ് ഓഫ് ദി CPU ഫ്രീ ആണോ അല്ലയോ അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്ലാഗ് ഇവിടെ കൊടുക്കുന്നത്. CPUവിൻ്റെ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്ലോക്ക്. ദിസ് ഈസ് ഹൗ ദി കൺട്രോൾ യൂണിറ്റ് കീപ്പ് ടൈം. എങ്ങനെയാണ് കൺട്രോൾ യൂണിറ്റ് ടൈം കീപ്പ് ചെയ്യുന്നത് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലോക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൺട്രോൾ യൂണിറ്റ് ഈസ് കോസസ് 1 ഓപ്പറേഷൻ ടു ബി പെർഫോംഡ് ഫോർ ഈച്ച് ക്ലോക്ക് പൾസസ്. കൺട്രോൾ യൂണിറ്റ് ഈസ് കോസസ് 1 ഓപ്പറേഷൻ ടു ബി പെർഫോംഡ് ഫോർ ഈച്ച്. ഓരോ ക്ലോക്ക് പൾസിനും ഒരു ഓപ്പറേഷൻ നടക്കും. അങ്ങനെയാണ് ഈ ക്ലോക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് കൺട്രോൾ സിഗ്നൽ. അതിൻ്റെ ഔട്ട്പുട്ടാണ്. ഇൻപുട്ട് 2 കഴിഞ്ഞു. ഇനി അതിൻ്റെ ഔട്ട്പുട്ടാണ് കൺട്രോൾ സിഗ്നൽ വിത്തിൻ CPU. കൺട്രോൾ സിഗ്നൽ വിത്തിൻ CPU. These control signals are of 2 types. Those that data to be moved from one register to another and those activate specific ALU function. ഈ കൺട്രോൾ സിഗ്നൽസ് വിത്തിൻ CPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് 2 ഉണ്ട്. ദീസ് കൺട്രോൾ സിഗ്നൽസ് 2 ടൈപ്സ് ഉണ്ട്. ദോസ് ദാറ്റ് ഡാറ്റ ടു ബി മൂവ്ഡ് ഫ്രം വൺ രജിസ്റ്റർ ടു അനദർ. ഒരു രജിസ്റ്ററിൽ നിന്ന് വേറെ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു ടൈപ്പ്. ആൻഡ് ദോസ് ആക്ടിവേറ്റ് സ്പെസിഫിക് ALU ഫങ്ഷൻസ് ആക്ടിവേറ്റ് ചെയ്യുന്ന മറ്റൊരു ടൈപ്പ്. നെക്സ്റ്റ് കൺട്രോൾ സിഗ്നൽസ് ടു കൺട്രോൾ ബസ്. കൺട്രോൾ സിഗ്നൽസ് കൺട്രോൾ ബസ്സിലേക്കാണ് പോകുന്നത്. These control signals are of 2 types. ഇതും 2 types ഉണ്ട്. കൺട്രോൾ സിഗ്നൽസ് ടു മെമ്മറി ആൻഡ് കൺട്രോൾ സിഗ്നൽസ് ടു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഓക്കെ, ഡീറ്റെയിൽഡ് പിന്നെ ഒന്നും പറയാനില്ലല്ലോ, വായിച്ച് മനസ്സിലാകുന്നില്ല. ഈ ഒരു കൺട്രോൾ സിഗ്നൽസും 2 ടൈപ്സ് ആണുള്ളത്. കൺട്രോൾ സിഗ്നൽസ് ടു മെമ്മറി അതേപോലെ കൺട്രോൾ സിഗ്നൽസ് ടു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. നെക്സ്റ്റ് ബസ്. ഈ ഒരു ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ദ കൺട്രോൾ സിഗ്നൽസ് ടു കൺട്രോൾ ബസ് അല്ലേ നമ്മൾ പറഞ്ഞത്. അതെ, കൺട്രോൾ സിഗ്നൽസ് ടു കൺട്രോൾ ബസ്. കൺട്രോൾ സിഗ്നൽസ് കൺട്രോൾ ബസ്സിലേക്കാണ് പോകുന്നത്.
നെക്സ്റ്റ് ബസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് സിംപ്ലി എ കോമൺ പാരലൽ പാത്ത് ഓവർ വിച്ച് ഇൻഫർമേഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം എനി ഓഫ് ദി സെവറൽ സോഴ്സസ് ടു എനി ഓഫ് സെവറൽ ഡെസ്റ്റിനേഷൻസ്. ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്താണ് ഈ ബസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ സാധാരണ എന്തിനാണ് ബസ് യൂസ് ചെയ്യുന്നത്? നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ. അതേപോലെ തന്നെയാണ് ഡാറ്റയ്ക്കും ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ബസ് യൂസ് ചെയ്യണം. ദർ ആർ 3 ടൈപ്സ് ഓഫ് ബസ്: ഡാറ്റ ബസ്, അഡ്രസ് ബസ് ആൻഡ് കൺട്രോൾ ബസ്. 3 ടൈപ്സ് ഓഫ് ബസ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് നമുക്കിവിടെ ഡാറ്റ ബസ്സും കൺട്രോൾ ബസ്സൊന്നും പഠിക്കാനില്ല, അഡ്രസ് ബസ്സും പഠിക്കാനില്ല, കൺട്രോൾ ബസ് മാത്രമേ പഠിക്കാനുള്ളൂ. കൺട്രോൾ ബസ് ഈസ് യൂസ്ഡ് ടു സെൻഡ് വാരിയസ് കൺട്രോൾ സിഗ്നൽസ് ടു ആൻഡ് ഫ്രം ഇൻപുട്ട് ഡിവൈസസ് ഓർ മെമ്മറി. ഈ കൺട്രോൾ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഡിവൈസസിന് മെമ്മറിയിലേക്കോ അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് ഇൻപുട്ട് ഡിവൈസസിലേക്കോ കൺട്രോൾ സിഗ്നൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കൺട്രോൾ ബസ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ സിഗ്നൽസ് ട്രാൻസ്ഫർ ചെയ്യുക, ഇവിടുന്ന് ഇൻപുട്ട് ഡിവൈസസിന് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസിന് മെമ്മറിയിലേക്ക്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നേരെ തിരിച്ച്. ഇത്രയാണ് കൺട്രോൾ യൂണിറ്റ്. ഇനി ഈ കൺട്രോൾ യൂണിറ്റിൻ്റെ കുറച്ച് ഇംപ്ലിമെൻറ്റേഷൻ പഠിക്കാനുണ്ട്. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കൺട്രോൾ യൂണിറ്റ്, അതും കൂടെ കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് ഭാഗം കഴിഞ്ഞു. ഇനി കുറച്ചും കൂടിയേ പഠിക്കാനുള്ളൂ. ദർ ആർ 2 ടൈപ്സ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ. കൺട്രോൾ യൂണിറ്റ് നമുക്ക് 2 ടൈപ്പിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം: ഹാർഡ് വയേർഡ് ആൻഡ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ. ഇൻ ദിസ് ദ കൺട്രോൾ സിഗ്നൽസ് ആർ ജനറേറ്റഡ് ബൈ ഹാർഡ് വയർ logical circuits in which we cannot modify the signal generation without physical change of the circuit structure. ഈ ഹാർഡ് വയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ കൺട്രോൾ സിഗ്നൽസ് വാരിയസ് ലോജിക് ഗേറ്റ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കൺട്രോൾ സിഗ്നൽസ് കുറേ ഗേറ്റ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഗേറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ചുകൂടി കോംപ്ലക്സ് ആവും അല്ലേ, ഡിഫിക്കൽട്ടി ആയിരിക്കില്ലേ ഗേറ്റ്സ് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും മോഡിഫൈ ചെയ്യണമെങ്കിൽ പിന്നെയും അത് ഭയങ്കര പണിയായിരിക്കും. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇൻ ദീസ് ദ കൺട്രോൾ സിഗ്നൽസ് ആർ ജനറേറ്റഡ് ബൈ ഹാർഡ്വെയർ ലോജിക് സർക്യൂട്ട്സ് ഇൻ വിച്ച് വി കനോട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല ദ സിഗ്നൽ ജനറേഷൻ വിത്തൗട്ട് ഫിസിക്കൽ ചേഞ്ച് ഓഫ് ദി സർക്യൂട്ട് സ്ട്രക്ചർ. ഇറ്റ് ഈസ് അല്ലെങ്കിൽ മൊത്തത്തിൽ മാറ്റേണ്ടി വരും, ആ ഒരു സർക്യൂട്ട് മാറ്റേണ്ടി വരും, എന്നാൽ മാത്രമേ ആ ഒരു മോഡിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗേറ്റ്സ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആൻഡ് ഓർ നോട്ട്, അങ്ങനെ ഗേറ്റ്സ് വെച്ചിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. If the design has to be modified, all the combinational circuit has to be modified. Design modify ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കോമ്പിനേഷണൽ സർക്യൂട്ടും എന്ത് ചെയ്യണം, മോഡിഫൈ ചെയ്യേണ്ടി വരും. ഇറ്റ് ഈസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. ഓക്കെ, നെക്സ്റ്റ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ. ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് പ്രോഗ്രാമിംഗ് അപ്രോച്ച്. നമുക്ക് പ്രോഗ്രാമിംഗ് അപ്രോച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇൻ ദിസ് എനി മോഡിഫിക്കേഷൻ ക്യാൻ ബി ഡൺ ബൈ അപ്ഡേറ്റിംഗ് ദി മൈക്രോ പ്രോഗ്രാം ഇൻ ദി കൺട്രോൾ മെമ്മറി ബൈ ദി പ്രോഗ്രാമർ. ഇവിടെ നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റും. ആ പ്രോഗ്രാമിൽ മോഡിഫൈ ചെയ്താൽ മതി. അതിനൊരു പ്രോഗ്രാമർ ഉണ്ടാവുമല്ലോ, ചെയ്യാൻ ആളുണ്ടാവുമല്ലോ. അപ്പോൾ ആ പ്രോഗ്രാമർ എന്ത് ചെയ്യണം, ആ ഒരു കോഡിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ കോഡിൽ മാത്രം ചേഞ്ച് വരുത്തിയാൽ മതി. ലോജിക് ഗേറ്റ്സ് ആകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് മാറ്റേണ്ടി വരില്ല. പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല, കോഡാണ്. അപ്പോൾ കോഡിൽ മാറ്റം വരുത്തിയാൽ മതി. ഇത്രയാണ് ഈ കൺട്രോൾ യൂണിറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ. ഈ ഹാർഡ്വയർഡും മൈക്രോ ആണ് ഇവിടെ ഉള്ളത്. മൈക്രോ പ്രോഗ്രാം കൺട്രോളാണ് നെക്സ്റ്റ് കോളത്തിൽ വരുന്നത്. അതിൻ്റെ തമ്മിലൊരു ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ടെക്നോളജി ഈസ് സർക്യൂട്ട് ബേസ്ഡ് ആണ്, മറ്റേ ടെക്നോളജി ഈസ് സോഫ്റ്റ്വെയർ ബേസ്ഡ്. മറ്റേ ഹാർഡ്വെയറിൽ ഇംപ്ലിമെൻറ്റഡ് ത്രൂ ഗേറ്റ്സ്, മറ്റേ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആർ യൂസ് ടു ജനറേറ്റ് സിഗ്നൽസ്. മൈക്രോ ഇൻസ്ട്രക്ഷൻസിൽ പ്രോഗ്രാമിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫിക്സഡ് ഇൻസ്ട്രക്ഷൻ ഫോമാറ്റാണ്, മറ്റേ വേരിയബിൾ ഇൻസ്ട്രക്ഷൻ ഫോമാറ്റ് ഹാർഡ്വെയറിൽ ചേഞ്ച് ചെയ്യില്ല, ഫിക്സഡ് ആയിരിക്കും. മറ്റിലാണെങ്കിൽ വേരിയബിൾ ചേഞ്ച് ചെയ്യും. പിന്നെ ഹാർഡ്വെയറിൽ ഡിഫിക്കൽട്ട് ടു മോഡിഫൈ ആണ്, മറ്റേ ഈസിലി മോഡിഫൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ തേർഡ് മൊഡ്യൂളല്ലേ യെസ്, തേർഡ് മൊഡ്യൂളിലുള്ള ബേസിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ പറയാനുള്ളത്. നിങ്ങൾ നല്ലോണം കേട്ടിട്ട് വേണം നോട്ട് എഴുതാൻ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.